മലമ്പുഴ വെള്ളം സ്വകാര്യ വ്യക്തി തടഞ്ഞത് കാരണം ഏക്കർ കണക്കിന് കൃഷി ഉണക്ക ഭീഷണിയിൽ. എരുമിയൂർ പഞ്ചായത്തിലെ അരിയക്കോടാണ് സംഭവം. 1.5 കിലോമീറ്റർ ദൂരം നീർച്ചാൽ പോകുന്ന ഭാഗത്താണ് വെള്ളം തടഞ്ഞിരിക്കുന്നത്. നെൽകൃഷിക്ക് മലമ്പുഴ വെള്ളം പോകുന്നിടത്ത് നിന്ന് വഴിതിരിച്ചുവിട്ട് ഇഞ്ചി കഴുകാൻ ഉപയോഗിച്ചതാണ് വെള്ളം കിട്ടാതെ ഉണക്കം ബാധിക്കാൻ കാരണമെന്ന് കർഷകൻ പറയുന്നു. അരിയക്കോട് പാടത്തെ കുട്ടൻ, ശാന്ത, വിശാലു എന്നിവരുടെ നെൽകൃഷിയാണ് പുട്ടിൽ പരുവം എത്തിക്കാനിരിക്കെ ഉണങ്ങിയത്. വളമടക്കമിട്ട ശേഷമാണ് ഉണക്കം ബാധിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. നിലവിൽ 4 ഏക്കറോളം കൃഷി പൂർണ്ണമായും നശിച്ചു. തണ്ണിമത്തൻ കൃഷിക്കായി നിലം തരിച്ചിട്ട് വെള്ളം തിരിച്ചുവിട്ടെന്ന് കർഷകനായ ആർ രാധാകൃഷ്ണൻ പറഞ്ഞു. അവിടുത്തെ മെയിൻ കനാൽ, സബ് കനാലിൽ നിന്ന് ഈ നീർച്ചാല് വഴി, ഈ വഴിക്ക് വരുന്ന ഈ നീർച്ചാല്, ഇതിലെ നീർച്ചാലുണ്ടായിരുന്നു. ഈ നീർച്ചാല് വഴി 100 കണക്കിന് നെൽകൃഷിയിലേക്കും കുറേയധികം അതുപോലെ തന്നെ ഈ തെങ്ങ് കൃഷിയിലേക്കും 100 കണക്കിന് ഏക്കർ വരുന്ന കൃഷികളിലേക്ക് വെള്ളം പോകുന്നത്, മലമ്പുഴ കനാൽ വെള്ളം പോകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നീർച്ചാലിലൂടെയാണ്. ആ നീർച്ചാലിലൂടെ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി, അബ്ദുൾ റഹ്മാൻ എന്നാണ് അയാളുടെ പേര്, അടുത്തുള്ള ആൾ തന്നെ, അയാൾ ഈ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ഇയാൾ ഈ കനാലിലൂടെ, അതിൻ്റെ അടിയിലൂടെ അയാൾ പൈപ്പ് ഇട്ട് ഇതിലൂടെ അയാളുടെ ആ ഭാഗത്തൊരു കൊക്കറിനെ സ്ഥാപിച്ചിട്ട് ആ കൊക്കറിനയിൽ നിന്ന് വെള്ളം ഇതിലെ അടിച്ചു കയറ്റിക്കൊണ്ട് പോവാണ്. ഇതുമൂലം മറ്റേ മൂടിയത് മൂലം, ഈ ചാല് മൂടിയത് മൂലം അവിടെയുള്ള ആ ഭാഗത്തുള്ള, ഇപ്പോൾ ആ വിഷ്വലിൽ കാണുന്ന ഭാഗത്തുള്ള 100 കണക്കിന് ഏക്കർ കൃഷി ഉണങ്ങിപ്പോയിരിക്കണം, നെൽകൃഷി. ഞാനിത് കൃഷിഭവനിൽ നേരത്തെ തന്നെ ആദ്യം കണ്ട വെള്ളം വന്ന ഉടനെ തന്നെ പോയി നേരിട്ട് സംസാരിച്ചു. 1-2 തവണ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു നടപടിയും അവിടെ നിന്നുണ്ടായില്ല. പിന്നീട് ഞാനത് റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് അയാളെയും ഞങ്ങളെയും വിളിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ശേഖര സമിതി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച്, ഈ കൃഷിക്കാരെ ഉൾപ്പെടെ വിളിച്ച് കൃഷി ഓഫീസർ സംസാരിച്ചിരുന്നു. അയാളത് നിഷേധാത്മകമായ നിലപാടാണ്. വെള്ളം അവർ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ ആ ചാല് പഴയ രൂപത്തിലാക്കി തരില്ല എന്നാണ്. ഞങ്ങൾ ഒറ്റ ആവശ്യമുള്ളൂ, ഈ ചാല്, ഇവിടെ ഉണ്ടായിരുന്ന നീർച്ചാല്, അവിടുത്തെ കൃഷി മുഴുവൻ ഉണങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഇനി 2 ആവശ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആ കൃഷി നഷ്ടപ്പെട്ടവർ, ഉണങ്ങിപ്പോയ പാവങ്ങൾ, വളരെ ദാരിദ്ര്യം, അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന, ആ കൃഷിയിൽ മാത്രം ജീവിക്കുന്ന, അതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന ആ ആളുകൾക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അത് ഇയാൾ കാരണമായതുകൊണ്ട്, ഈ അബ്ദുൾ റഹ്മാൻ കാരണമായതുകൊണ്ട് അയാളിൽ നിന്ന് ഈടാക്കി സർക്കാർ സംവിധാനം അതിന് തയ്യാറാവണം, നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ ഈ നീർച്ചാലുകൾ പഴയ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.